ബാംഗ്ലൂരിൽ നല്ല അയില കിട്ടാറുന്ന കഷ്ടപ്പാടാണ്. നല്ല അയില നല്ല പച്ചമീൻ നല്ല കിട്ടാറുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ. ഒരു 2-3 ദിവസം ഉറങ്ങിയ സാധനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഭാഗ്യവശാൽ എനിക്ക് നല്ല പിടയ്ക്കണ അയില കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടൊരു കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഈ കറി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ രീതിയിൽ കറി വയ്ക്കില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ആ മാതിരിയാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ മീൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്താണ്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം എങ്ങനെയാണ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ 2 തക്കാളി എടുക്കുക, ഒരു ഇടത്തരം വലിപ്പം, എത്ര ചെറുതുമല്ല എന്നാൽ അത്ര വലുതുമല്ലാത്ത രീതിയിൽ 2 എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ചെറിയ ജാറുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് നന്നായി അരിഞ്ഞ്, അത്ര കുഴപ്പമില്ല, അത് നമ്മൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിരുന്നത് കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് ഒരടി ചെറിയൊരു കറക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇതുപോലെ കിട്ടും. ഒരു അരമുറി തേങ്ങ, പിന്നെ അതുപോലെ കുടപ്പുളി, ഇഞ്ചിയും അതുപോലെ സവോള, പിന്നെ പച്ചമുളക്, വേപ്പില, അതൊക്കെ 2 കഷ്ണം പച്ചമുളക് എടുത്താലും മതി, പിന്നെ വേപ്പിലൊക്കെ 4 ഇല മതി. ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ നമ്മളൊരു ചട്ടി എടുത്തിട്ട് മൺചട്ടി എടുത്തിട്ട് അതിൽ ഇടുക. അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നിട്ടപ്പോൾ വേപ്പിലിട്ടു. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എത്ര വേണ്ട വെച്ചാൽ, അതുപോലെ ഉപ്പ്, ഇത്രയും സാധനം മാത്രം മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, വെള്ളം ഒഴിക്കുന്നൊന്നുമില്ല, ഇത്തിരി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, അത് ഓൾറെഡി ഉണ്ടാവും ചെറുതായിട്ട് നൈസായിട്ട്. അപ്പോൾ അതാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി, നമ്മൾ അരച്ച് വെച്ച തക്കാളി ചേർക്കുക. തക്കാളി ആയിട്ട് അതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അത് മനസ്സിലായില്ലേ, പാല്, തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ചാറ് പോരാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നമ്മുടെ ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കുക. അതിൽ ആ കുടപ്പുളിയൊക്കെ ഉണ്ടല്ലോ, കുടപ്പുളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് പുളി ഇറങ്ങും. ഓവറായിട്ട് ഇളക്കാൻ തന്നെ ഓവറാവട്ടെ, പുളി ഓവറായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിലർ കുടപ്പുളിയിലാണ്ട് കോൽപ്പുളി ഇട്ട് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിന് നമ്മൾ അതിലേക്ക് മീൻ കഷ്ണം ഇടണം. മീൻ കഷ്ണം ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങൾ ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ചെയ്ത് വയ്ക്കും. അടുത്ത് നമ്മൾ സ്റ്റൗ കത്തിക്കുക, സ്റ്റൗവിലേക്ക് ചട്ടി എടുത്ത് വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മാക്സിമം, 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ സംഭവം സെറ്റായിട്ടുണ്ടാവും, തള വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. 10 മിനിറ്റ് ആയിട്ടില്ല, ഇപ്പോൾ 10 മിനിറ്റ് ആയി, തള വന്ന് തുടങ്ങി. ഒരു കുറച്ചും കൂടി നേരം വെച്ച് കഴിഞ്ഞാൽ അതിൽ എണ്ണ തെളിയിലുണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റായി നടത്തും. സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇറക്കി വയ്ക്കുക. ഇപ്പോൾ സെറ്റായിട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ അതിനോട് കാണാൻ അടിപൊളിയല്ല, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉള്ളി മൂപ്പിച്ചതും അതുപോലെ തന്നെ വേപ്പില പൊട്ടിച്ചതൊക്കെ ഇടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത സംഭവം സെറ്റായിട്ടാണ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. ഇതൊന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾ മറക്കരുതിട്ടാ. ഇത് വെച്ചാൽ അത്രയും അടിപൊളിയാണ്. കാരണം തൃശ്ശൂർക്കാരുടെ രീതിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. മറ്റുള്ളിടത്തൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതൊന്ന് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രീതിയിൽ നിങ്ങൾ മാറ്റി ചെയ്യില്ല, അത് ഞാൻ ഉറപ്പ് തരാം. കാരണം ഇതുപോലെ തന്നെ പിന്നെ വയ്ക്കുള്ളൂ. അടിപൊളിയാണ്. പേടച്ചു എന്നറിയാം, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊളിച്ചു പോയി എന്നറിയില്ലേ, അതുപോലെ. ഈ കറി ഉണ്ടല്ലേ, മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ചപ്പാത്തി അല്ലെങ്കിൽ നല്ല കുത്തരിച്ചോറ് കൂട്ടി കഴിക്കാറുണ്ടല്ലോ, സൂപ്പറാ. ആലേക്ക് പിന്നെ വായിൽ വെള്ളം വരണം. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഞാൻ പറഞ്ഞത് മറക്കരിക്കോ. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ കറി വയ്ക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ബൈ.